ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും KSMൻ്റെ ഗവൺമെൻറ് ജോബ് സീരീസിലേക്ക് സ്വാഗതം. ഒരു ഗവൺമെന്റ് ജോലിയെക്കുറിച്ച് നിങ്ങളുടെ സംശയങ്ങൾ എന്തൊക്കെയാണ്? റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ജോലികൾ, ഒഴിവുകൾ, ജോലികളുടെ രീതി എന്നിവയാണോ? അതോ ഈ ജോലിക്ക് വേണ്ടി എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണമെന്നാണോ? ഒരു സാധാരണ ഉദ്യോഗാർത്ഥി വരുത്തുന്ന പിഴവുകൾ, വിജയികളുടെ പഠന രീതി എന്നിങ്ങനെ ഒരു സർക്കാർ ജോലിയെക്കുറിച്ച് നിങ്ങളുടെ സംശയങ്ങൾ എന്ത് തന്നെയായാലും അത് ദൂരീകരിക്കാൻ KS മെന്റർ അവതരിപ്പിക്കുന്നു മെന്റർ ക്ലിനിക്. എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങളുടെ സംശയങ്ങൾക്ക് നേരിട്ട് മറുപടി നൽകുന്നു. നിങ്ങളുടെ സ്ലോട്ടുകൾ രജിസ്റ്റർ ചെയ്യാൻ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക. ഓർക്കുക, പരിമിതമായ സ്ലോട്ടുകൾ മാത്രം. ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഗവൺമെൻറ് ജോബ് എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള KS എക്സാമിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനെ കുറിച്ചാണ്. സോ അപ്പോൾ ഈ ജോലിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഇതിൻ്റെ എക്സാമിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നുള്ളതാണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ത്യയിലെ ഹയസ്റ്റ് പോസ്റ്റുകളിലേക്ക് നടത്തുന്ന ഒരു എക്സാമിനേഷനാണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ. അതിന് സിമിലറായിട്ട് അതിൻ്റെ ഓൾ ഇന്ത്യ സർവീസിലേക്ക് തൊട്ട് താഴെയായിട്ട് വരുന്ന രീതിയിൽ കേരള PSC നടത്തുന്ന എക്സാമിനേഷനാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഇതൊരു എക്സാമിനേഷൻ മാത്രമല്ല, ആക്ച്വലി ഇതൊരു പോസ്റ്റിൻ്റെ പേരും കൂടിയാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്നത്. സോ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാം എഴുതി പാസ്സാകുന്ന ഒരാൾക്ക് നമ്മുടെ കേരളത്തിനകത്ത് ഒരു ക്ലാസ് 1 സർവീസ് പോസ്റ്റിനകത്താണ് അപ്പോയിൻമെൻറ്റ് കിട്ടുക, അല്ലെങ്കിൽ നമ്മൾ ഒരു സെക്കൻഡ് ഗ്രേഡ് ഗസറ്റഡ് ഓഫീസർ എന്ന് അല്ലെങ്കിൽ പറയാം. അതായത് ജൂനിയർ ടൈം സ്കെയിൽ ഓഫീസർ എന്നാണ് ഈ പോസ്റ്റിൻ്റെ പേരെന്ന് പറയുന്നത്. സോ ഈ ജൂനിയർ ടൈം സ്കെയിൽ ഓഫീസർ മാത്രമല്ല കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനകത്തുള്ളത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്നത് 4 തസ്തികകൾ ഉൾപ്പെടുന്ന ഒരു സർവീസാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്നത്. അതിനകത്ത് ജൂനിയർ ടൈം സ്കെയിൽ ഓഫീസർ ഉണ്ട്, സീനിയർ ടൈം സ്കെയിൽ ഓഫീസർ ഉണ്ട്, അതേപോലെ സെലക്ഷൻ ഗ്രേഡ് സ്കെയിൽ ഓഫീസർ ഉണ്ട്, സൂപ്പർ ടൈം ഗ്രേഡ് സ്കെയിൽ ഓഫീസർ ഉണ്ട്. സോ ഈ 4 തസ്തികകളിലെ ജൂനിയർ ടൈം സ്കെയിൽ ഓഫീസർ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്കുള്ള എൻട്രി ലെവൽ പോസ്റ്റായിട്ടുള്ള ജൂനിയർ ടൈം സ്കെയിൽ ഓഫീസർ റാങ്കിലേക്കാണ് കേരള PSC ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. സോ ദാറ്റ് മീൻസ് ബാക്കിയുള്ള 3 പോസ്റ്റുകൾ, ഈ സീനിയർ ടൈം സ്കെയിൽ ഓഫീസർ, സെലക്ഷൻ ഗ്രേഡ് സ്കെയിൽ ഓഫീസർ, സൂപ്പർ ടൈം ഗ്രേഡ് സ്കെയിൽ ഓഫീസർ, ഈ പോസ്റ്റുകളിലേക്കൊക്കെ എങ്ങനെയാണ് ബൈ പ്രൊമോഷനാണ് അപ്പോയിൻമെൻറ്റ് നടക്കുന്നത്. സോ അപ്പോൾ എൻട്രി, അതായത് നമ്മൾ ഈ എക്സാം എഴുതി കയറുന്നത് ജൂനിയർ ടൈം സ്കെയിൽ ഓഫീസർ റാങ്കിലേക്കായിരിക്കും. കേരളത്തിലുള്ള ബിരുദധാരിയായിട്ടുള്ള ഒരു ഗവൺമെൻറ് ജോബ് ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേരളത്തിൽ ഒരു എക്സാം എഴുതി നേടിയെടുക്കാൻ പറ്റുന്ന ഹയ്യസ്റ്റ് ഗവൺമെൻറ് പോസ്റ്റാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ജൂനിയർ ടൈം സ്കെയിൽ ഓഫീസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി KS പരീക്ഷയിലൂടെ കേരളത്തിലെ ഏതാണ്ട് 29ഓളം ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ് ജൂനിയർ ടൈം സ്കെയിൽ ഓഫീസർ റാങ്കിലേക്കുള്ള അപ്പോയിൻമെൻറ്റ് നടത്തുന്നത്. സോ ഇതിനകത്ത് ഡിപ്പാർട്ട്മെൻറ്റുകൾ മാറുന്നതിനനുസരിച്ച് ജൂനിയർ ടൈം സ്കെയിൽ ഓഫീസർ റാങ്കിലേക്കുള്ള ഉദ്യോഗസ്ഥരുടെ, അല്ലെങ്കിൽ KS എഴുതി ജൂനിയർ ടൈം സ്കെയിൽ ഓഫീസറായിട്ട് മാറുന്ന ഒരാളുടെ ശമ്പളത്തിനകത്ത് ചെറിയ ചില മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതായത് ജൂനിയർ ടൈം സ്കെയിൽ ഓഫീസേഴ്സിനെല്ലാം സിമിലർ ആയിട്ടുള്ള സാലറി അല്ല എന്നർത്ഥം. അത് ഡിപ്പാർട്ട്മെൻറ്റുകൾ മാറുന്നതനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഡിസ്ട്രിക്ട് സപ്ലൈ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ അവരുടെ ശമ്പളം എന്ന് പറയുന്നത് 45,800 മുതൽ 89,000 വരെയാണ് അവരുടെ ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത്. ഇനി അതേസമയം തന്നെ ഈ സെയിം റാങ്കിലുള്ള നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൾച്ചറിനകത്തുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആണെങ്കിൽ 42,500 മുതൽ 87,000 വരെയാണ് അവരുടെ ശമ്പളം എന്ന് പറയുന്നത്. സോ അപ്പോൾ അതിനകത്ത് ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. ഇനി ഇവരുടെ ജൂനിയർ ടൈം സ്കെയിൽ ഓഫീസറായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടുന്ന ഒരാളുടെ പ്രൊമോഷൻ സാധ്യതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 വർഷം ജൂനിയർ ടൈം സ്കെയിൽ ഓഫീസറായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ, ഈ ജൂനിയർ ടൈം സ്കെയിൽ ഓഫീസർ എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഗസറ്റഡ് റാങ്കിലുള്ള ഗവൺമെൻറ് പോസ്റ്റാണ്. സോ 8 വർഷം ജൂനിയർ ടൈം സ്കെയിൽ ഓഫീസറായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇദ്ദേഹം യോഗ്യനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അടുത്ത സ്റ്റെപ്പിലേക്ക്, അതായത് സീനിയർ ടൈം സ്കെയിൽ ഓഫീസറായിട്ട് പ്രൊമോഷൻ കിട്ടും. അതിൽ നിന്ന് 6 വർഷങ്ങൾക്ക് ശേഷം ഒരു ബെസ്റ്റ് കേസ് സിനാരിയോ പറയുകയാണെങ്കിൽ സെലക്ഷൻ ഗ്രേഡ് സ്കെയിൽ ഓഫീസറായിട്ട് സ്ഥാനക്കയറ്റം കിട്ടും. അതിൽ നിന്ന് 8 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പർ ടൈം ഗ്രേഡ് സ്കെയിൽ ഓഫീസർ റാങ്കിലേക്ക് പ്രൊമോഷൻ കിട്ടും. സോ ഇതാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലൂടെ ജൂനിയർ ടൈം സ്കെയിൽ ഓഫീസർ റാങ്കിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന ഒരാളുടെ പ്രൊമോഷൻ സാധ്യതകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ KS പരീക്ഷയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, KS പരീക്ഷ കേരള PSC നടത്തിയിട്ടുള്ള മറ്റുള്ള പരീക്ഷകളിൽ നിന്ന് സ്വല്പം വ്യത്യാസത്തോട് കൂടിയിട്ടാണ്, അല്ലെങ്കിൽ വ്യത്യാസങ്ങളോട് കൂടിയിട്ടാണ് കേരള PSC കണ്ടക്ട് ചെയ്യുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് KS പരീക്ഷ 3 സ്ട്രീമിലായിട്ട്, അല്ലെങ്കിൽ 3 കാറ്റഗറിയിലായിട്ടാണ് കേരള PSC നടത്തുന്നത്. സ്ട്രീം 1, സ്ട്രീം 2, സ്ട്രീം 3. സോ ഇതിനകത്ത് സ്ട്രീം 2ഉം സ്ട്രീം 3യും ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ഈ 2 സ്ട്രീമിലും എക്സാം എഴുതാൻ പറ്റുക. സ്ട്രീം 1 എന്ന് പറയുന്നത്
ഓപ്പൺ കാറ്റഗറിയാണ്. കേരള PSC നിഷ്കർഷിച്ചിട്ടുള്ള ഗ്രാജുവേഷൻ എന്ന് പറയുന്ന ക്വാളിഫിക്കേഷനുള്ള ആ സ്പെസിഫിക് ഏജ് ലിമിറ്റിനകത്തുള്ള എല്ലാ ആളുകൾക്കും എഴുതാൻ പറ്റുന്നതാണ് സ്ട്രീം 1. സോ ഇത് എന്തുകൊണ്ടാണ് 2 സ്ട്രീംസ് അഡീഷണൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജൂനിയർ ടൈം സ്കെയിൽ റാങ്കിലുള്ള കേരളത്തിലെ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ നിലവിലുള്ള ഈ പോസ്റ്റുകൾ, അല്ലെങ്കിൽ ജൂനിയർ ടൈം സ്കെയിൽ റാങ്കിലേക്ക് മാറ്റിയിട്ടുള്ള ഈ പോസ്റ്റുകൾ എന്ന് പറയുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നിലവിൽ വരുന്നതിന് മുമ്പ് ബൈ പ്രൊമോഷനിലൂടെയും അതേപോലെ തന്നെ ബൈ ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാമിനേഷനിലൂടെയായിരുന്നു ഈ പോസ്റ്റുകളിലേക്കുള്ള വേക്കൻസീസ് ഫില്ല് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷ നിലവിൽ വന്നതോടുകൂടി ഗവൺമെൻറ് സർവീസിലുള്ള നിലവിലുള്ള ഉദ്യോഗസ്ഥരുടെ പ്രൊമോഷൻ സാധ്യതകൾ ഇത് ബാധിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നമുണ്ടായി. സോ അപ്പോൾ ആ പ്രശ്നത്തിനൊരു പരിധി വരെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് സ്ട്രീം 2ഉം സ്ട്രീം 3ഉം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 സ്ട്രീമിനും, അതായത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് പരീക്ഷ എഴുതുന്ന ഈ 3 സ്ട്രീമിലെയും ഉദ്യോഗാർത്ഥികൾക്ക് 3 തരത്തിലുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ആണ്, അല്ലെങ്കിൽ 3 തരത്തിലുള്ള ക്രൈറ്റീരിയാസ് ആണ് കേരള PSC പറഞ്ഞിട്ടുള്ളത്. സോ അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കാം. ഇനി സ്ട്രീം 1-നകത്ത് പരീക്ഷ എഴുതാൻ പോകുന്ന ഒരാൾക്കുള്ള ഏജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രായപരിധി എന്ന് പറയുന്നത് 21 വയസ്സിനും 32 വയസ്സിനും ഇടയിലായിരിക്കണം. ഇനി അവർക്ക് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദമാണ്, അല്ലെങ്കിൽ ഗ്രാജുവേഷനാണ് അവർക്കുള്ള യോഗ്യത എന്ന് പറയുന്നത്. ഇനി മറ്റുള്ള ഏതൊരു ഗവൺമെൻറ് എക്സാം പോലെ തന്നെ നിയമാനുസൃതമായിട്ടുള്ള, അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, അതേപോലെ തന്നെ അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ്, ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ, ഇവർക്കൊക്കെ എന്തുണ്ടാവും, നിയമാനുസൃതമായിട്ടുള്ള ഏജ് റിലാക്സേഷനും കിട്ടും. സോ ഇതാണ് സ്ട്രീം 1. ഇനി സ്ട്രീം 2-നെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ട്രീം 2-ലുള്ള ആൾക്കാർക്കുള്ള പ്രായപരിധി എന്ന് പറയുന്നത് 21 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം. ഇവരുടെ രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സർവീസിൽ, അതായത് PSC നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സർവീസിൽ നോൺ ഗസറ്റഡ് റാങ്കിലുള്ള പ്രൊബേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള റെഗുലറൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഗവൺമെൻറ് സർവീസിലുള്ള ആളുകളായിരിക്കണം സ്ട്രീം 2-ൽ എഴുതുന്നത്. മൂന്നാമതായിട്ട് അവർ ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. സോ അപ്പോൾ സ്ട്രീം 1ഉം സ്ട്രീം 2ഉം തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറയുന്നത്, ഒന്ന് പ്രായപരിധിയുടെ കാര്യത്തിലാണ് 21 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ. രണ്ടെന്ന് പറയുന്നത് ഗവൺമെൻറ് സർവീസിനകത്ത് പ്രൊബേഷൻ കംപ്ലീറ്റ് ചെയ്ത് റെഗുലറൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള നോൺ ഗസറ്റഡ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥരായിരിക്കണം സ്ട്രീം 2-ൽ എക്സാം എഴുതുന്നത്. ഇനി ഇവർക്ക് എന്തുണ്ട്, നിയമാനുസൃതമായിട്ടുള്ള ഏജ് റിലാക്സേഷൻസ് ഉണ്ട്. SC/ST കമ്മ്യൂണിറ്റി ആണെങ്കിൽ 5 വർഷം, OBC ആണെങ്കിൽ 3 വർഷം, അതേപോലെ തന്നെ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് നിയമാനുസൃതമായിട്ടുള്ള അവരുടെ ഡിസബിലിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ഏജ് റിലാക്സേഷനും അവൈലബിൾ ആണ്. ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സ്ട്രീം 3 ആണ്. സ്ട്രീം 3-ൽ അവരുടെ പ്രായപരിധി പറയുന്നത് 50 വയസ്സ് പൂർത്തിയാക്കാൻ പാടില്ല എന്നാണ്, അല്ലെങ്കിൽ അപ് ടു 50 ഇയേഴ്സ് ആണ്. ഓക്കെ, ഇവർക്ക് എന്ത് വേണം, ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേഷൻ വേണം. രണ്ടാമതായിട്ട് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് പോസ്റ്റിൽ, അതായത് നേരത്തെ പറഞ്ഞ പോലെ നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഒരു ഗവൺമെൻറ് പോസ്റ്റിൽ ഗസറ്റഡ് റാങ്കിലുള്ള ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിരിക്കണം ഇവരെന്ന് പറയുന്നത്. സ്ട്രീം 2-ൽ നോൺ ഗസറ്റഡ് ആണ്, സ്ട്രീം 3 ആകുമ്പോൾ ഗസറ്റഡ് റാങ്കിലുള്ള റെഗുലറൈസ് ചെയ്തിട്ടുള്ള പ്രൊബേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥരായിരിക്കണം സ്ട്രീം 3-ൽ എഴുതുന്ന ആൾക്കാരെന്ന് പറയുന്നത്. സോ അപ്പോൾ ഇതാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാം എഴുതാനുള്ള 3 സ്ട്രീംസ് എന്ന് പറയുന്നത്. ഇനി ഈ 3 സ്ട്രീംസിനും ഇടയിലാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്കുള്ള വേക്കൻസീസ് പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത്. സോ ഈ 3 സ്ട്രീംസിനും ഇടയിൽ ഈക്വൽ ആയിട്ടാണ് വേക്കൻസീസിനെ പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത്. 1:1:1 എന്നുള്ള റേഷ്യോയിൽ, അല്ലെങ്കിൽ 33% വെച്ചിട്ട് 3 സ്ട്രീമിനും കൂടി ഭാഗിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് 100 വേക്കൻസീസ് ആണുള്ളതെങ്കിൽ 33.33 വേക്കൻസീസ് സ്ട്രീം 1-ന് കിട്ടും, 33.33 വേക്കൻസീസ് സ്ട്രീം 2-ന് കിട്ടും, 33.33 വേക്കൻസീസ് സ്ട്രീം 3-ക്ക് കിട്ടും. സോ അപ്പോൾ ഇതിനകത്ത് ഏറ്റവും അധികം സാധ്യതയുള്ള സ്ട്രീം എന്ന് പറയുന്നത് സ്ട്രീം 3 ആണ്, കാരണം അതിനകത്ത് പൊതുവിൽ കോമ്പറ്റീഷൻ കുറവായിരിക്കും. ഇനി KS പരീക്ഷയുടെ സിലബസ് ആണ് ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത്. സോ ഇനി KS പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 സ്ട്രീമിലായിട്ട് നടത്തുന്ന പരീക്ഷയാണ്. പ്ലസ് ഇതൊരു 3 ടയർ എക്സാമിനേഷനാണ്, അല്ലെങ്കിൽ 3 തലങ്ങളിലായിട്ട് നടത്തുന്ന പരീക്ഷയാണ്. നമ്മുടെ സിവിൽ സർവീസ് പരീക്ഷയ്ക്കൊക്കെ, UPSCയുടെ സിവിൽ സർവീസ് പരീക്ഷയ്ക്കൊക്കെ ഈക്വൽ ആയിട്ടുള്ള ഒരു പ്രിലിമിനറി പരീക്ഷ, അത് കഴിഞ്ഞിട്ടൊരു മെയിൻ പരീക്ഷ, അത് കഴിഞ്ഞിട്ടൊരു ഇൻ്റർവ്യൂ. ഇത് 3ഉം സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും റാങ്ക് ലിസ്റ്റിനകത്ത് പേര് വരിക. സോ ഈ പ്രിലിമിനറി പരീക്ഷ എന്ന് പറയുന്നത് ഒരു ക്വാളിഫയിങ് റൗണ്ടാണ്, അല്ലെങ്കിൽ ഒരു എലിമിനേഷൻ റൗണ്ടാണ്. ഓക്കെ, നോൺ സീരിയസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള റൗണ്ടാണ് പ്രിലിമിനറി പരീക്ഷ. പ്രിലിമിനറി പരീക്ഷയുടെ മാർക്ക് ഫൈനൽ റാങ്ക് ലിസ്റ്റിനകത്ത് കൺസിഡർ ചെയ്യില്ല. പക്ഷേ ഇതിനകത്തുള്ള കട്ട് ഓഫ് കടന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ആൾക്കാർക്ക് മെയിൻസ് പരീക്ഷ, അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് മെയിൻസ് പരീക്ഷ എഴുതാൻ പറ്റൂ. സോ ഈ പ്രിലിമിനറി പരീക്ഷ എന്ന് പറയുന്നത് 2 പേപ്പേഴ്സാണ് അതിനകത്തുള്ളത്, 100 മാർക്ക് വീതമുള്ള. സോ ടോട്ടൽ 200 മാർക്കിനുള്ള 2 പേപ്പേഴ്സ്, 100 മാർക്ക് വീതമുള്ള 2 പേപ്പേഴ്സ്, 90 മിനിറ്റ് വീതമാണ് ഓരോ പേപ്പറിനും അലോ ചെയ്തിട്ടുള്ള ടൈം എന്ന് പറയുന്നത്. ഇതിൻ്റെ പേപ്പർ 1-ൻ്റെ സിലബസ് എന്ന് പറയുന്നത് ആൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി, മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി,
കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻസ്, റീസണിങ്, മെൻ്റൽ എബിലിറ്റി ആൻഡ് സിമ്പിൾ അരിത്തമാറ്റിക്, അവസാനമായിട്ട് ജോഗ്രഫി. സോ ഈ 9 ടോപ്പിക്സാണ് പ്രിലിമിനറി പരീക്ഷയുടെ പേപ്പർ 1-നകത്തുള്ളത്. 100 മാർക്കിനാണ് ഈ പേപ്പർ ഉള്ളത്. ഇനി അതിൻ്റെ സെക്കൻഡ് പേപ്പർ എന്ന് പറയുന്നത് 100 മാർക്കിനാണ്. അതിനകത്ത് വരുന്ന സബ്ജക്ട്സ് എന്ന് പറയുന്നത് എക്കണോമി ആൻഡ് പ്ലാനിങ്, സയൻസ് ആൻഡ് ടെക്നോളജി, കറണ്ട് ഇവൻറ്റ്സ്, ഇംഗ്ലീഷ്, മലയാളം ഓർ തമിഴ് ഓർ കന്നഡ, ഏതെങ്കിലും ഈ മൂന്നിലേതെങ്കിലും ഒരു റീജിയണൽ ലാംഗ്വേജ്. സോ അപ്പോൾ ഇതിനകത്ത് ഈ പ്രിലിമിനറി സിലബസിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പേപ്പർ 2-നകത്ത് വരുന്ന മലയാളത്തിന് 30 മാർക്ക് റിസർവ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ മലയാളം, തമിഴ് അല്ലെങ്കിൽ കന്നഡ, ഈ മൂന്നിൽ ഏതെങ്കിലും ലാംഗ്വേജിന് 30 മാർക്കാണ് റിസർവ് ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷിന് 20 മാർക്കും. സോ അപ്പോൾ ഈ 2 സബ്ജക്റ്റുകളും ഒരു ഷുവർ ഷോട്ടാണ്. ഇത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ പേപ്പർ 2-ൻ്റെ 50 മാർക്ക് എന്ന് പറയുന്നത് ഈ ഏരിയ എന്നാണെന്ന് PSC നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ അത് കാരണം ഇത് നന്നായിട്ട് സ്ട്രെസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി KS പരീക്ഷയുടെ ഈ പ്രിലിമിനറി പരീക്ഷ കഴിഞ്ഞ് കട്ട് ഓഫ് മാർക്കിൽ കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും, മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടി ക്ഷണിക്കും. ഇനി മെയിൻ പരീക്ഷ എന്ന് പറയുന്നത് UPSC മെയിൻ പരീക്ഷയെ പോലെ തന്നെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമിനേഷനാണ് KSൻ്റെ മെയിൻ പരീക്ഷ എന്ന് പറയുന്നത്. ഇതിനകത്ത് 3 പേപ്പേഴ്സാണുള്ളത്, 100 മാർക്ക് വീതമുള്ള 3 പേപ്പേഴ്സ്. സോ ടോട്ടൽ ഓഫ് 300 മാർക്സ്. ഓരോ പേപ്പറിനും 2 മണിക്കൂർ വെച്ചിട്ടാണ് എക്സാമിനേഷൻ്റെ ടൈം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പേപ്പർ 1-ൻ്റെ സിലബസ് എന്ന് പറയുന്നത് ആൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി, മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള. ഈ 6 സബ്ജക്റ്റുകളാണ് പേപ്പർ 1-നകത്ത് വരുന്നത്. പേപ്പർ 2 100 മാർക്കിനുള്ളതാണ്. അതിനകത്ത് വരുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻസ്, സയൻസ് ആൻഡ് ടെക്നോളജി, കറണ്ട് ഇഷ്യൂസ് ഇൻ ദ ഗിവൺ ടോപ്പിക്സ്. അതായത് ഈ പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും സയൻസ് ആൻഡ് ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കറണ്ട് ഇവൻറ്റ്സ്. ഇതാണ് പേപ്പർ 2-ൻ്റെ സിലബസ് എന്ന് പറയുന്നത്. ഇനി പേപ്പർ 3-യുടെ സിലബസ് എന്ന് പറയുന്നത് എക്കണോമി ആൻഡ് പ്ലാനിങ്, ജോഗ്രഫി, കറണ്ട് ഇഷ്യൂസ് ഇൻ എക്കണോമി ആൻഡ് പ്ലാനിങ് ആൻഡ് ജോഗ്രഫി. ഈ 3 കാര്യങ്ങളാണ് പേപ്പർ 3-കകത്ത് വരുന്നത്. എക്കണോമി ആൻഡ് പ്ലാനിങ്ങും ജോഗ്രഫിയും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കറണ്ട് ഇവൻറ്റ്സും. സോ ഇനി മെയിൻ പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു പെർട്ടിക്കുലർ മാർക്കിൽ കൂടുതൽ മാർക്ക് കിട്ടുന്ന ആൾക്കാർ എന്ത് ചെയ്യും, വ്യക്തിഗത അഭിമുഖത്തിന് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് ക്ഷണിക്കും. ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് 50 മാർക്കിനാണ് ഇൻ്റർവ്യൂ. സോ അപ്പോൾ ഈ ഇൻ്റർവ്യൂവിൻ്റെ 50 മാർക്കിലും അതേപോലെ തന്നെ മെയിൻ പരീക്ഷയുടെ 300 മാർക്കും കൂടി കമ്പൈൻ ചെയ്തിട്ട് 350 മാർക്കിലാണ് നമ്മുടെ ടോട്ടൽ മാർക്ക് വരുന്നത്. സോ അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നവരായിരിക്കും റാങ്ക് ലിസ്റ്റിനകത്ത് വരുന്നത്. സോ അപ്പോൾ ഇങ്ങനെയാണ് KS പരീക്ഷയുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ നടന്നിട്ടുള്ളൂ. അതായത് അതിൻ്റെ പ്രിലിമിനറി പരീക്ഷ മാത്രം കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്നിട്ടുണ്ട്, 2020 ഫെബ്രുവരിയിൽ. ഇത് എല്ലാ വർഷവും നടത്താൻ വേണ്ടിയിട്ടാണ് PSC പ്ലാൻ ചെയ്തിട്ടുള്ളതെന്നാണ് അറിയുന്നത്. കാരണം ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി വെച്ചേക്കുന്നത് 1 വർഷമാണ്. സോ അപ്പോൾ കേരളത്തിലെ ഒരു ഗ്രാജുവേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബിരുദധാരിയായിട്ടുള്ള ഒരു ആസ്പിരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ഡ്രീം ജോബ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ കേരളത്തിൽ അവർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും ഹയസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനകത്തുള്ള ജൂനിയർ ടൈം സ്കെയിൽ ഓഫീസറാണ്. പിന്നീട് ഒരു 8 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ IAS ഓഫീസറായിട്ട് മാറാൻ സാധ്യതയുള്ളൊരു പോസ്റ്റ് കൂടിയാണിത്. സോ അപ്പോൾ UPSC ഒക്കെ പോലെ തന്നെ ഒരു ഹയസ്റ്റ് പോസ്റ്റിലേക്കുള്ള എക്സാമാണ് KS പരീക്ഷ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് KSനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതേപോലെ ഈ ഗവൺമെൻറ് ജോബ് സീരീസിനകത്ത് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള മറ്റേതെങ്കിലും ഗവൺമെൻറ് സർവീസസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സോ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. താങ്ക്